ഹായ് അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണേ. അപ്പോൾ നമ്മളോട് സുഖമായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ചെയ്യുന്നത് ഒരു ബ്രൗണി ഉണ്ടാക്കുന്നതാണ്. കുറച്ചധികം ബ്രൗണി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ റെസിപ്പി ഒന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം പഞ്ചസാര ഒന്ന് പൊടിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 കപ്പ് നിറയെ ചോക്ലേറ്റ് ഇട്ട ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് മിൽക്ക് കോമ്പൗണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഡാർക്ക് കോമ്പൗണ്ട് മിൽക്ക് കോമ്പൗണ്ട് 2 കപ്പ് നിറയെ എടുക്കാം കേട്ടോ. അങ്ങനെ കുമിച്ചെടുക്കാം. പിന്നെ ഒരു 1/2 കപ്പ് മിൽക്ക് കോമ്പൗണ്ടും ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നമ്മൾ 1.5 കപ്പാണ് വേണ്ടത് കേട്ടോ. 1.5 കപ്പ് പൊടിച്ച പഞ്ചസാര, പൊടിച്ച കണക്കാണ് 1.5 കപ്പ്. പിന്നെ നമുക്കിതിലേക്ക് ബട്ടർ വേണം. അപ്പോൾ ഉപ്പില്ലാത്ത ബട്ടർ 200 ഗ്രാം കേട്ടോ. അപ്പോൾ ഉപ്പുള്ള ബട്ടറാണെങ്കിൽ നല്ല ഉപ്പ് ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കും കേട്ടോ. ഉപ്പില്ലാത്ത ബട്ടറാണ് നല്ലത്. അപ്പോൾ ഒരു ബട്ടറിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് കുറച്ചില്ലാത്തത്. അപ്പോൾ 200 ബട്ടർ മേടിച്ചാൽ മതി കേട്ടോ, 100ൻ്റെ. അപ്പോൾ കറക്റ്റായിട്ട് ഇതിലേക്ക് തികയും. അപ്പോൾ അതവിടെ മെൽറ്റാക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ബോയിലിൽ മെൽറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള മൈദയും കൊക്കോ പൗഡറും ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അതിലേക്ക് നേരിട്ട് അരിച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദയും അതുപോലെ 1/2 കപ്പ് കൊക്കോ പൗഡറും പിന്നെ ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡൊന്നും ഈ ഒരു ബ്രൗണിയിൽ നമ്മൾ ചേർക്കാറില്ല കേട്ടോ. ഞാനിവിടെ കുറേ കാലമായിട്ട് ചെയ്യണ റെസിപ്പിയാണ്. നല്ല സെയിലൊക്കെ ചെയ്യണ റെസിപ്പി കേട്ടോ. നല്ല ഫീഡ്ബാക്കാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പി. പിന്നെ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ ബീറ്റർ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാം കേട്ടോ. ഒരു ചൂടുള്ള വെള്ളം തിളപ്പിക്കുക, അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മെൽറ്റാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ ബട്ടറും ചോക്ലേറ്റൊക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്, നല്ല സിൽക്കിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ വിസ്ക് വെച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ മിക്സ് ആക്കുന്നത് കേട്ടോ. അങ്ങനെ വിസ്ക് വെച്ചിട്ട് മതി, ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഒന്നും പതുക്കെ മിക്സാക്കി കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പൊടിച്ച കണക്കിൽ 1.5 കപ്പ് കേട്ടോ. പൊടിക്കാതെ എടുക്കുമ്പോൾ 1.5 കപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. പൊടിച്ച കണക്കാണ് 1.5 കപ്പ്. അപ്പോൾ പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കട്ടായിട്ടുണ്ടാവും കേട്ടോ. കാരണം ഈ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇളക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, ഒരു കട്ടായിട്ട് പോലെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ബ്രൗണി നമുക്ക് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മൾ ഐസ്ക്രീം ഒക്കെ കൊടുക്കുമ്പോൾ വിരുന്നുകാരൊക്കെ വന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കാം. അല്ല തന്നെ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിന് മുകളിൽ എന്തെങ്കിലും ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയും നോക്കാൻ പറ്റും കേട്ടോ. മുകളിൽ എന്തെങ്കിലും ചോക്ലേറ്റൊക്കെ മെൽറ്റാക്കിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് ചൂടുണ്ടാവും, ഡബിൾ ബോയിൽ ചെയ്താൽ ചൂട് ചെറുതായിട്ടുണ്ടാവും. അപ്പോൾ അത് മാറണ വരെ നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് നട്ട്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ ബദാം എടുത്തിട്ടുള്ളത്, അണ്ടിപ്പരിപ്പ്, പിസ്ത, അങ്ങനെ ഏത് വേണമെങ്കിലും എടുക്കാം. ഇനിയിപ്പോൾ നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നട്ട്സ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നട്ട്സ് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് ചൂടൊക്കെ ഒന്ന് മാറി കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ വലിയ മുട്ടയാണെങ്കിൽ 3 എടുത്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഒരു മീഡിയം സൈസാണ്, അപ്പോൾ 4 എടുത്തിട്ടുണ്ട്. 4 മുട്ടയും അതുപോലെ ഇതിലേക്ക് വാനില എസൻസും വേണം. ഒരു 2 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ട് നന്നായിട്ട് മിക്സാക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ നമ്മുടെ ഓവണൊന്ന് പ്രീ ഹീറ്റാക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ആ സമയം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ആവും കേട്ടോ. അപ്പോൾ ഈ ഇതൊക്കെ ഇളക്കി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കുക കേട്ടോ. ഇതുപോലെ വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സാക്കുക. മുട്ടയും അതുപോലെ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആവണം കേട്ടോ. അങ്ങനെ പുറമൊന്നും കാണാത്ത രീതിയിലേ നന്നായിട്ട് ഇങ്ങനെ മിക്സായിട്ടിരിക്കണം. അപ്പോഴാണ് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് നമ്മൾ മിക്സിങ് ആക്കണം കേട്ടോ. ഈ ഒരു മുട്ട നന്നായിട്ട് മിക്സ് ആക്കണം. എന്നിട്ട് നമ്മൾ ഈ മൈദയും കൊക്കോ പൗഡറും ചേർത്ത് കൊടുക്കാം. ഇത് നേരിട്ട് നമുക്ക് ഇതിൽ തന്നെ അരിച്ച് ചേർക്കാം കേട്ടോ, കുഴപ്പമില്ല. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി വേറെ അരിച്ച് വെച്ചതാണ്. പിന്നെ ഇത് കുറച്ച് അധികമുള്ള കാരണം 2 ബാച്ചായിട്ടാണ് ചേർക്കുന്നത് കേട്ടോ. 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. പിന്നെ ഒരുപാട് ഇങ്ങനെ ലൂസായിട്ടുള്ള ഒരു ബാറ്റർ അല്ല കേട്ടോ. ഇത്തിരി തിക്കായിട്ടാണ് ഉണ്ടാവുക. നമ്മൾ ചോക്ലേറ്റും ഒക്കെ ചേർത്താണല്ലോ, അപ്പോൾ ഇത്തിരി തിക്കായിട്ടാണ് ഉണ്ടാവുക കേട്ടോ. പിന്നെ ഇതിൽ വേറെ പാല് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഈ ഒരു രീതിയിൽ ചെയ്യുക. വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കരുത്. അപ്പോൾ ഒരുപാട് പേർക്ക് അറിയുന്നുണ്ടാവും, നമ്മൾ മുന്നത്തെ കുറേ വീഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ബ്രൗണി ഉണ്ടാക്കുന്നത്. എന്നാലും 2-3 കമൻറ്റൊക്കെ ഉണ്ടായിരുന്നു ബ്രൗണി റെസിപ്പി ഒന്നും ഇടുമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറച്ചധികം ബ്രൗണി ഉണ്ടാക്കണ സ്കൂൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാട്ടോ. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്.
അപ്പോൾ നമ്മളിതൊരു 10 ഇഞ്ച് ടിന്നും അതുപോലെ ഒരു 1/2 കിലോൻ്റെ ടിന്നും എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ബാറ്ററും കൂടി ഈ ഒരു ടിന്നിലേക്ക് ഒഴിക്കാവുന്ന ഉള്ളൂ കേട്ടോ. ഞാനപ്പോൾ കുറച്ചധികം പീസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ ടിന്നിലും കൂടി കുറച്ചാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ വലിയ ടിന്നെടുത്തിട്ട് എല്ലാ ബാറ്ററും അതിൽ തന്നെ ആക്കുക. അപ്പോൾ നല്ല അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ കിട്ടും. ഇതും തിക്നെസ് കുറവൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നല്ല തിക്കിൽ തന്നെ നമുക്ക് ബ്രൗണി ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇത് നല്ല കട്ടിയുള്ളൊരു ബാറ്റർ ആയ കാരണം ഇതിങ്ങനെ സൈഡിലേക്കൊന്നും ചിലപ്പോൾ തന്നെ ആവില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലായിടത്തും ആക്കി കൊടുക്കണം, ലെവലാക്കി കൊടുക്കണം, എന്നിട്ട് വേണം ബേക്ക് ചെയ്യാൻ വെക്കാൻ കേട്ടോ. പിന്നെ അതുപോലെ ഈ ഒരു ടിന്നിൻ്റെ സൈഡിലും ബട്ടർ പേപ്പർ വെക്കണം, അടിയിലും ബട്ടർ പേപ്പർ വെക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ബട്ടർ പേപ്പർ വെച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇതിങ്ങനെ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ എല്ലായിടത്തും ബട്ടർ പേപ്പർ വെക്കണം നല്ല കേട്ടോ. സൈഡിലും അടിയിലും എല്ലായിടത്തും ഓയിൽ ബ്രഷ് ചെയ്തിട്ട് ബട്ടർ പേപ്പർ വെക്കുക. അപ്പോൾ നമ്മൾ ഇതെല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാൻ ചെറിയൊരു ടിന്നിൽ ഒരു 1/2 കിലോ ടിന്നിലും ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സ്ക്വയർ ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ വേണമെങ്കിൽ ചോക്ലേറ്റിൻ്റെ ചിപ്സ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ രണ്ടും കൂടി നട്ട്സും ചോക്ലേറ്റ് ചിപ്സും കൂടി ചേർത്ത് കൊടുക്കാം. അത് ഓരോരുത്തരും ഇഷ്ടമുള്ള പോലെ ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ എല്ലാം കൂടി രണ്ടും കൂടി ചേർത്താൽ. അപ്പോൾ ഞാനിവിടെ ബദാമ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ബദാമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്യുക, എന്നിട്ട് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ നമ്മുടെ ഓവനിൽ ഒരു 25 മിനിറ്റ് ടൈം കേട്ടോ. 10 മിനിറ്റ് പ്രീ ഹീറ്റാക്കിയിട്ട് 25 മിനിറ്റ് 180 ഡിഗ്രിയിൽ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആയിന്ന് അറിയാൻ ഇതിന് മുകളിലൊരു ഇങ്ങനെ ഒരു ചെറിയൊരു ലെയർ പോലെ ഇങ്ങനെ വന്നിട്ടുണ്ടാവും കേട്ടോ. മേൽഭാഗം ഇങ്ങനെ പൊള്ളിയ പോലെ ഉണ്ടാവില്ല, അങ്ങനെ വന്നിട്ടുണ്ടാവും. കണ്ടില്ലേ? നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇങ്ങനെ ഇതിങ്ങനെ ഇളക്കുമ്പോൾ ഇങ്ങനെ ക്രാക്ക് വീണ പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ആയാലാണ് നമ്മൾ എടുക്കേണ്ടത്. 25 മിനിറ്റൊക്കെ ടൈം വേണ്ടുള്ളൂ കേട്ടോ. ഇനി അത് കഴിഞ്ഞ് ഓരോരുത്തരുടെ ഓവനിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നോക്കിയിട്ട് എടുത്താൽ മതി. മേൽഭാഗം ഇങ്ങനെ ഗ്ലൈസിങ് ആയിട്ട് ഇങ്ങനെ ഒരു ക്രാക്ക് പോലെ അങ്ങനെ ഉണ്ടാവും കേട്ടോ. ഒരു ലെയർ പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതെല്ലാതും പീസാക്കിയത് കൊണ്ടുപോകാനുള്ളതാണ് കേട്ടോ. സ്കൂളിൽ കൊണ്ടുപോകാനുള്ളതാണ്. എല്ലാതും പീസാക്കിയിട്ട് ചൂടൊക്കെ ഒന്ന് മാറ്റി പാക്ക് ചെയ്തിട്ട് വെച്ചു കേട്ടോ. തലേദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസം രാവിലെ സ്കൂൾക്ക് ഫുഡ് ഫെസ്റ്റിവലിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് കുറേ പീസ് ഉണ്ട് കേട്ടോ. 2 കിലോനോളൊക്കെ ഉണ്ടാവും ഈ ബ്രൗണി. ഞാൻ വെയിറ്റ് നോക്കിയിട്ടില്ല, കുറേ പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിക്നെസ്സും ഉണ്ട് ഈ ഒരു, കണ്ടില്ലേ? പിന്നെ നല്ല ടേസ്റ്റാണ്. പുറത്ത് കൊടുക്കാനൊക്കെ പറ്റും, സെയിൽ ചെയ്യാനൊക്കെ ഇത് ഈ ഒരു റെസിപ്പി ചെയ്താൽ മതി കേട്ടോ. ഇത് നമ്മൾ കൊടുക്കണത് 6 പീസിന് 250 രൂപ. ഈ പീസല്ല കേട്ടോ, വലിയ പീസ് എടുക്കും കേട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ ഒരു 9 പീസ് വരെ ആക്കും. നമ്മളിപ്പോൾ എടുത്ത ഒരു റെസിപ്പിയുടെ പകുതി എടുത്താൽ. അപ്പോൾ അങ്ങനെ ഒരു വലിയ പീസിൽ 6 പീസ് 250 രൂപക്കാണ് കൊടുക്കാറുള്ളത്. പിന്നെ പിറ്റേ ദിവസം രാവിലെ നമുക്കൊരു ബട്ടർ സ്കോച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ തലേദിവസം ഞാനത് ഐസിങ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ മുകളിലുള്ള ആ ഒരു ഡെക്കറേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. രാവിലെ ഒരു 10:30-11 മണിക്ക് കൊടുക്കാനുള്ള കേക്കായിരുന്നു. ബട്ടർ സ്കോച്ചിൻ്റെ സോസും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ ഫില്ലിങ്ങിലൊക്കെ ചേർക്കണമല്ലോ. അപ്പോൾ ബാക്കിയുള്ളത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. പിറ്റേ ദിവസം ചെറുതാക്കിയും ചൂടാക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇത് നല്ല കട്ടിയായിട്ട് അടിക്കുന്നുണ്ടാവും ഫ്രിഡ്ജിലൊക്കെ വെച്ചാൽ. അപ്പോൾ ചെറുതായി ഒന്ന് ചൂടാക്കിയിട്ട് ചൂടൊന്ന് മാറ്റിയതിൻ്റെ ശേഷം ഇതിൽ മുകളിൽ ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ ഒരു സോസ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒന്നും കൂടി എടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ തിരക്കിലാണ് കേട്ടോ അത് തലേദിവസം ചെയ്തത്. അത് കാരണം പിന്നെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് ഞാൻ വേറെ റെസിപ്പി ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം കേട്ടോ. ഇത് ഞാൻ അധികം പഞ്ചസാര ചേർക്കാതെ ഇപ്പം ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ ഒരുപാട് നൊലിച്ച് താഴേക്ക് വരാറില്ല കേട്ടോ. എന്നാലും കുറച്ചൊക്കെ നൊലിച്ച് വന്നിട്ട് എന്നാലും താഴേക്ക് ഇങ്ങനെ വന്നിട്ടൊരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ഇതിൽ വരാറില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ ഒന്ന് കുറച്ച് പ്രളയൻസൊക്കെ ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് വലിയൊരു ഡെക്കറേഷനൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് ഫ്ലവറും കൂടി വരച്ച് കൊടുത്തു കേട്ടോ. മേലെ കുറച്ച് ഫ്ലവറും വരച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതുപോലെ ഡ്രിപ്പ് ചെയ്യണ കേക്കിൻ്റെ മുകളിൽ 1/2 കിലോ ഫ്ലവർ വെക്കുമ്പോൾ ചിലപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ആ ഫ്ലവറൊക്കെ ഇങ്ങനെ ഒലിച്ച് താഴേക്ക് വരാൻ സാധ്യതയുണ്ട്. കേക്ക് കൊടുക്കുന്നവർക്ക് അറിയുണ്ടാവും. അപ്പോൾ അങ്ങനെ വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഫ്ലവർ വെക്കണ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഭാഗം ക്രീമിൽ ചെയ്യാം കേട്ടോ. ക്രീമിൽ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഡ്രിപ്പ് ചെയ്യണ ഇതുണ്ടല്ലോ, അതൊന്ന് കുറച്ച് എടുത്ത് കളയുക. സ്പാച്ചിലോ അല്ലെങ്കിൽ നൈഫ് എന്തെങ്കിലും വെച്ചിട്ട് അത് മാറ്റി കളയുക കേട്ടോ. ആദ്യം വരച്ച പൂവ് അത്ര ഇഷ്ടമായില്ലാണ്ട് വേറെ പൂവ് വരച്ചു. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. എന്നിട്ട് അവിടെ വെച്ചിട്ട് ഫ്ലവർ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ ഫ്ലവർ അവിടെ തന്നെ ഇരിക്കും, അങ്ങനെ ഇളകി താഴത്തേക്ക് വരില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അധികം വണ്ടിയിൽ ഇങ്ങനെ കുലുങ്ങിയിട്ടല്ലേ പോവുക. അപ്പോൾ ഈ ഒരു പുറത്തേക്ക് കേക്ക് കുറച്ച് നേരം വെച്ചാൽ ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് തണുപ്പ് മാറി കഴിഞ്ഞാൽ ഈ ഒരു ഡ്രിപ്പിങ്ങൊക്കെ ചിലപ്പോൾ ഒലിച്ച് വരും. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ ഫ്ലവറും കൂടി ഒലിക്കും. എനിക്ക് കുറേ അനുഭവം ഉള്ളതാണ്. അത് കാരണം പുതിയ ആൾക്കാർ കൂടിയിട്ടാണ് ഞാൻ പറയേണ്ടത് കേട്ടോ. എല്ലാവർക്കും ചിലർക്കൊക്കെ അറിയുണ്ടാവും.
അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ആ ഒരു ഡ്രിപ്പ് ചെയ്യണ ഭാഗം നമ്മൾ കുറച്ച് മാറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ഫ്ലവർ വെച്ചാൽ മതി, ക്രീമിൻ്റെ മുകളിൽ. പിന്നെ ഇതിന് മുകളിൽ പേരൊക്കെ ഒന്ന് എഴുതി, പേര് ചിലപ്പോൾ മോള എഴുതാറില്ല, ചിലപ്പോൾ ഒന്നാവും ചിലപ്പോൾ ഒന്നാവില്ല, അങ്ങനെയൊക്കെ ഇട്ടാൽ വലിയ കുഴപ്പമില്ല. അപ്പോൾ പേരൊക്കെ എഴുതിയിട്ട് അത് പാക്ക് ചെയ്ത് ഒരു 10:30-11 മണിയാകുമ്പോൾ പിന്നെ അത് കേക്ക് കൊടുത്തു കേട്ടോ. ഇത് ഒരു കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഈ ഫ്ലവറൊക്കെ അതേപോലെ തന്നെ ഇരുന്നു. നമ്മൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടായി കേക്ക്. അല്ല, മിക്ക കേൾക്കുമ്പോൾ ചിലവരെ പറയുള്ളൂ, അത് ഞാൻ പറഞ്ഞത്. ചിലവർ പറയില്ല കേട്ടോ, ഒന്നും പറയില്ല. ചിലവർ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇപ്പോൾ ഓർഡർ കുറവാണ് കേട്ടോ, അത് കാരണം ഒരുപാട് വീഡിയോ ഇടാത്ത, ഓർഡർ വളരെ കുറവാണ്. എന്നാലും ഇടക്കും തലക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ഓർഡർ അങ്ങനെ കേട്ടോ. അപ്പോൾ അധികം വീഡിയോ ഇടാത്തത്, പിന്നെ കുറച്ച് മടിയും ഒക്കെ കൂടിയിട്ടാട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇൻഷാ അല്ലാഹ് വേറെ നല്ല നല്ല റെസിപ്പിയും വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ കുഞ്ഞൊരു കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്, ചെറിയൊരു കമൻറ്റൊക്കെ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.